ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്റ്റേർ. വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്റ്റേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകമാണ് ഈ വർഷത്തെ മർത്തമറിയം കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ റൂത്ത് ഗോസ് ടു ദി ഫീൽഡ് ഓഫ് ബോസ്, റൂത്ത് ബോസിന്റെ വയലിലേക്ക് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ് റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായമായിരുന്നു നമ്മുടെ ചിന്താ വിഷയം, അല്ലെ? എന്തൊക്കെ നമ്മൾ അവിടെ കണ്ടു? മോവാബിൽ വെച്ച് എലിമലേക്കിന്റെ കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തം, തിരിച്ചു വരുവാനുള്ള നവമിയുടെ തീരുമാനം, രൂത്തിന്റെ വിശ്വസ്തത, ബേത്ലഹേമിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ്. ഇത്രയുമൊക്കെയായിരുന്നു 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അവിടെ യവക്കൊയ്ത്ത് കാലത്ത് അല്ലെങ്കിൽ യവക്കൊയ്ത്ത് ആരംഭകാലത്ത് രൂത്ത് നവമിയും ബേത്ലഹേമിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇതൊരു പ്രതീക്ഷയുടെ സൂചനയാണ് എന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പം എന്താണ് ഈ ഒരു സംഭവത്തെ? ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ പ്രീകഴ്സർ ഓഫ് റിഡംഷൻ. അതായത് വീണ്ടെടുപ്പിന്റെ മുൻകുറിയായിട്ട് ഈ സംഭവത്തെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എങ്ങനെ? മോവാബിൽ നിന്നുള്ള രൂത്തിന്റെ വിമോചനവും യവക്കൊയ്ത്ത് കാലത്ത് അവൾ ബേത്ലഹേമിൽ എത്തിയതും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു അതുല്യ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിന്റെ മുൻകുറിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. മോവാബിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ ജനത്തിൽ നിന്നുള്ള രൂത്തിന്റെ വിമോചനവും, അതുപോലെ തന്നെ യവക്കൊയ്ത്ത് ആരംഭകാലത്ത് സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്കാണ് അവൾ വരുന്നത്. ഇത് രണ്ടും എന്താണ്? രൂത്തിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിന്റെ സൂചനകളായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന്റെ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ തക്കവണ്ണമുള്ള സൂചനകളായിട്ട് ഇത് മാറുകയാണ്. അത് നമുക്കൊരു വിശ്വാസിയുടെ ജീവിതവുമായിട്ട് നമുക്ക് അതിനൊന്ന് കമ്പയർ ചെയ്യാം. അതായത് പാപത്തിൽ നിന്നുള്ള ഒരു വിശ്വാസിയുടെ വിമോചനവും, അതുപോലെ സമൃദ്ധിയിലേക്ക് ദൈവസന്നിധിയിലേക്കുള്ള അവന്റെ തിരിച്ചുവരവും ഒരു വിശ്വാസിയുടെ വീണ്ടെടുപ്പിനുള്ള സൂചനകളായിട്ട് മുൻകുറിയായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാന സംഭവം? രൂത്ത് ബോസിന്റെ വയലിലേക്ക്, അല്ലെങ്കിൽ റൂത്ത് മീറ്റ്സ് ബോസ്, റൂത്ത് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ബോസ് എന്നുള്ളതാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നൊന്ന് എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റൂത്ത് ഗോസ് ഗ്ലീനിങ് ഇൻ എ ഫീൽഡ് ഇൻ ബേത്ലഹേം. അവർ തിരിച്ച് ബേത്ലഹേമിലേക്ക് വന്നു. അവർക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സ് ഉണ്ടല്ലേ. അപ്പൊ അതിന് തക്കവണ്ണം രൂത്ത് മുന്നൊരുങ്ങി ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ്? കാല വിറക്കുവാൻ വേണ്ടി ബേത്ലഹേമിലുള്ള ഒരു വയലിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. ഇറ്റ് ഹാപ്പൻ ടു എൻഡ് അപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് ബോസ്. അതായത് അവൾ അറിയാതെ തന്നെ ദൈവം അവളെ നയിക്കുന്നത് എങ്ങോട്ടാണ്? ബോവസിന്റെ വയലിലേക്കാണ് രൂത്ത് എത്തിച്ചേരുന്നത്. ഷീ വർക്ക്ഡ് ഹാർഡ് ഓൾ ഡേ, ഓൺലി ടേക്കിംഗ് എ ഷോർട്ട് റെസ്റ്റ്. അതായത് പ്രത്യേകിച്ച് ആ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്പനേരം മാത്രമേ അവൾ വിശ്രമിച്ചുള്ളൂ. അവൾ പകല് മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന ബോവസ് അവിടെ ഈ കൊയ്ത്തിന്റെ അധികാരികളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ സ്ത്രീ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പറയുന്നു, ഇതുപോലെ രൂത്ത് എന്ന മൊവാബിയ സ്ത്രീയാണിത് എന്ന് പറയുമ്പോൾ, ഈ രൂത്ത് ബേത്ലഹേമിൽ എത്തിയതും രൂത്ത് നവമിയോട് ചെയ്തതായിട്ടുള്ള സംഭവങ്ങളും ഇതെല്ലാം ബോവസ് ഓൾറെഡി ഇതിനെപ്പറ്റിയെല്ലാം ബോവസിന് അറിയാം. അങ്ങനെ പ്രത്യേകമായിട്ട് അവളെ ആദരിക്കുകയും അതുപോലെ തന്നെ മറ്റൊരു വയലിലും പോകണ്ട എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഭക്ഷണവും സുരക്ഷയും ഉറപ്പിക്കുകയാണ് ബോവസ് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. He told her not to go in other fields and he provided her with food and protection. ഇനി അതിന് ശേഷം തിരിച്ചു വന്ന് ഈ സംഭവങ്ങളെല്ലാം നവമിയോട് പറയുമ്പം നവമി പറയുന്ന ഒരു കാര്യമാണെങ്കിൽ നവമി മനസ്സിലാക്കുകയാണ്, ഈ ബോസ് എന്ന് പറയുന്നത് അവൻ തങ്ങളുടെ കുടുംബത്തിന്റെ വീണ്ടെടുപ്പുകാരനാണ് എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് നമുക്ക് ഈ ഭാഗം അവസാനിക്കുമ്പോൾ കാണുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു സംഭവത്തിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ പുസ്തകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക്, വേദപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ക്വാളിറ്റീസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ബോസ് ആൻഡ് ഹിസ് ക്വാളിറ്റീസ്.
ബോവസ് ആരാണ്, അവന്റെ സ്വഭാവ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. 2, രൂത്തും അവളുടെ സ്വഭാവ ഗുണങ്ങളും. റൂത്ത് ആൻഡ് ഹെർ ക്വാളിറ്റീസ്. അങ്ങനെയുള്ള രൂത്തിന്റെ സ്വഭാവത്തിന് ലഭിക്കുന്നതായിട്ടുള്ള ആദരവാണ് നമുക്ക് 3-ാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ദ ഓണർ അക്കോർഡിംഗ് ടു റൂത്ത്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ബോവസ് ആൻഡ് ഹിസ് ക്വാളിറ്റീസ്. ആരാണ് ബോവസ് എന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്നുകൂടി മനസ്സിലാക്കാം. ആരാണ് ബോവസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബോവസ് ആരാണ്. ബോവസ് എലീമലേക്കിന്റെ ചാർച്ചക്കാരനും വളരെ വലിയ ധനികനുമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. He was a relative of Elimelech and a very affluent man. ടെക്സ്റ്റ് ബുക്കിലെ വാക്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്: വിശ്വാസമില്ലാത്ത എലീമലേക്കും വിവാഹബന്ധത്തിലൂടെ ഈ ഒരു കുടുംബത്തിലേക്ക് വന്ന് കയറുന്നതായിട്ടുള്ള വിശ്വാസമുള്ള നവമിയുടെയും ചാർച്ചക്കാരനായിരുന്നു എലീമലേക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എലീമലേക്കിന്റെ ചാർച്ചക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കിൻസ്മാൻ ആണ്, ചാർച്ചക്കാരനാണ് ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹം മഹാധനികനായിരുന്നു. എലീമലേക്കിനെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ നവമിയുടെയും ചാർച്ചക്കാരനായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനിയും ഇതല്ലാതെ മറ്റൊരു ചരിത്രം, ഒരു ജെന്റൈൽ ആൻസെസ്ട്രി കൂടി നമുക്ക് ബോവസിന് കാണാൻ സാധിക്കും. എവിടെയാണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. സാൽമൻ Boaz was the son of Salmon and Rahab എന്നാണ് പറയുന്നത്. ആരാണ് രാഹാബ് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹാബ് വാസ് ദി വുമൻ ഫ്രം ജെറിക്കോ ഹു ഹിഡ് ദ ഇസ്രായേലൈറ്റ് സ്പൈസ്. ഇസ്രായേലിന്റെ ആളുകൾ കനാൻ ദേശം ഉറ്റുനോക്കാൻ വരുന്നവരെ അവിടെ ഒളിപ്പിച്ച് താമസിക്കുന്ന ജെറിക്കോയിൽ ഇരിക്കുന്ന സ്ത്രീയാണ് രാഹാബ് എന്ന് പറയുന്നത്. ഈ രാഹാബിന്റെയും ശൽമോന്റെയും മകനാണ് ബോവസ് എന്നുള്ള ഒരു ജെന്റൈൽ വിജാതീയ ഒരു ആൻസെസ്ട്രി നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ബോവസിന് കാണാൻ സാധിക്കും. ജെന്റൈൽ ആന്റിസിഡന്റ് ഓഫ് ബോവസ് ഇസ് ഓൾസോ മെൻഷൻഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ത്രൂ രാഹാബ്. ഓക്കെ ആണല്ലോ. അപ്പം ആരാണ് ബോവസ് എന്നുള്ളതിന് 2 വാക്യത്തിൽ നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഈ ബോവസിന്റെ പേരിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ബോവസിന്റെ പേരിന്റെ പ്രത്യേകത? ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. എന്താണ്? ബലം അവനിൽ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബേസിക്കലി ബലം അല്ലെങ്കിൽ സ്ട്രെങ്ത്, പവർ എന്നൊക്കെ ഉള്ളതാണ് ബോവസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതേ അർത്ഥമുള്ള മറ്റ് 2 വാക്കുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ആരൊക്കെയാണ്? ഗിദയോനും അല്ലെങ്കിൽ ഗിഡിയൻ ആൻഡ് ജെഫ്ത. ഗിദയോനും യിഫ്താഹ് ഇത് രണ്ടും ആരായിരുന്നു? ഇസ്രായേലിന്റെ വിമോചകന്മാർ അല്ലെങ്കിൽ ന്യായാധിപന്മാർ. ജഡ്ജസിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്ന 2 ന്യായാധിപന്മാരാണ് ഗിഡിയൻ, ജെഫ്ത. ഗിദയോനും ഇഫ്താഹും. ഇവരുടെ 2 പേരുടെയും പേരിന്റെ അർത്ഥവും എന്ത് തന്നെയാണ്? ശക്തി അല്ലെങ്കിൽ ബലം എന്നുള്ള അർത്ഥമാണ്. സ്ട്രെങ്ത് ഓർ പവർ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ബോവസ് എന്ന പേരുള്ള മറ്റൊന്നുകൂടി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്താണ്? 1 രാജാക്കന്മാർ 7-ാം അധ്യായം 21-ാം വാക്യം. ശലോമോന്റെ ദേവാലയത്തിലെ ഇടത്ത് വശത്തെ സ്തൂപത്തിന്റെ പേരും ബോവസ് എന്നുള്ളതാണ്. ദ പില്ലർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് സോളമൻസ് ടെമ്പിൾ. ഇത് ഈ വാക്യങ്ങളും അതുപോലെ തന്നെ ഇത് ഏത് ഭാഗത്താണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഗിഡിയൻ ആൻഡ് ജെഫ്ത അത് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിലും 11-ാം അധ്യായം 1-ാം വാക്യത്തിലുമാണ് നമുക്ക് ഈ വിമോചകന്മാരെ പറ്റി, ന്യായാധിപന്മാരെ പറ്റി കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദ പില്ലർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് സോളമൻസ് ടെമ്പിൾ, ശലോമോന്റെ ദേവാലയത്തിന് ഇടതുവശത്തുള്ള സ്തൂപം എന്നുള്ളത് 1 രാജാക്കന്മാർ 7-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ബോവസ് എന്ന് പറയുന്ന പേരിനെ പറ്റി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? which tells us that Boaz means people or things that have the power to protect, liberate and redeem. എന്തൊക്കെയാണ്? പ്രൊട്ടക്ട്, ലിബറേറ്റ് ആൻഡ് റിഡീം. ബോവസ് എന്നാൽ സംരക്ഷിക്കുവാനും മോചിപ്പിക്കാനും വീണ്ടെടുക്കുവാനും ശക്തിയുള്ള ആളുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്നുള്ള അർത്ഥമാണ് ബോവസ് എന്ന വാക്കിന് ഉള്ളത്. അപ്പോൾ ഈ ബോവസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ അവനെ
ഏകരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിന്റെ മുൻകുറിയാക്കുന്നു എന്നുള്ളതാണ്. The meaning of the word was itself makes him the forerunner of the one and only Redeemer, Savior, Jesus Christ. ഇത്രയുമാണ് ബോവസിനെ പറ്റി ഒരു ഇനിഷ്യൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആരാണ് ബോവസ്? ഹി വാസ് എ റിലേറ്റീവ് ഓഫ് എലിമലേക്ക് ആൻഡ് എ വെരി അഫ്ലുവന്റ് മാൻ. എലിമലേക്കിന്റെ ബന്ധുവും വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഒരു ജെന്റൈൽ ആന്റിസിഡന്റ്. എന്താണ്? ഹി വാസ് എ സൺ ഓഫ് സാൽമൺ ആൻഡ് റാഹാബ്. ഷൽമോന്റെയും റാഹാബിന്റെയും മകനായ ബോവസ് എന്നുള്ളതും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. ബോവസ് എന്ന പേരിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അർത്ഥം ബലം, ശക്തി, സ്ട്രെങ്ത്, പവർ എന്നുള്ളതാണ്. ഇത് ഈ അതേ അർത്ഥത്തിലുള്ള പേരുള്ള മറ്റു രണ്ട് പേരാണ് ഗിഡിയൻ ആൻഡ് ജെഫ്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശലോമോന്റെ ദേവാലയത്തിൽ ഇടതുവശത്തുള്ള സ്തൂപത്തിന്റെ പേരും ബോവസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കുവാനും മോചിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനും ശക്തിയുള്ള ആളുകൾ, വസ്തുക്കൾ എന്നുള്ള അർത്ഥമാണ് ബോവസ് എന്നുള്ള വാക്കിന് ഉള്ളത്. So it tells us that Boaz means people or things that have the power to protect, liberate and redeem. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ മുൻകുറിയാണ്? പേരുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ മുൻകുറിയായിട്ട് നമുക്ക് ബോവസിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബോവസിന്റെ സവിശേഷതകളെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാം വാക്യം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ prominent man of noble character. ഉന്നത സ്വഭാവമുള്ള പ്രഭാവമുള്ള മനുഷ്യനായിരുന്നു ബോവസ് എന്ന് മനസ്സിലാക്കാം. 8-9 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് പ്രൊട്ടക്റ്റീവ്. സംരക്ഷണം നൽകുന്നവനായിരുന്നു ബോവസ് എന്ന് മനസ്സിലാക്കാം. 13 വാക്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിങ് ആൻഡ് എൻകറേജിങ്. ആശ്വാസവും പ്രോത്സാഹനവും നൽകുന്നവനായിരുന്നു ബോവസ് എന്ന് മനസ്സിലാക്കാം. 14 വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ He was a benevolent provider. ദയാലുവായ ദാതാവായിരുന്നു ബോവസ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ബോവസിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളെ പറ്റി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. He was a prominent man of noble character. He was protective. He was comforting and encouraging. He was a benevolent provider. ഉന്നത സ്വഭാവമുള്ള പ്രഭാവമുള്ള മനുഷ്യനായിരുന്നു. സംരക്ഷണം നൽകാൻ കഴിവുള്ളവൻ ആയിരുന്നു. ആശ്വാസവും പ്രോത്സാഹനവും നൽകുന്നവനായിരുന്നു. ദയാലുവായ ഒരു ദാതാവായിട്ടും നമുക്ക് ബോവസിനെ ഈ ഒരു അധ്യായത്തിലൂടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരായിരുന്നു ബോവസ്? ബോവസിന്റെ എന്ന വാക്കിന്റെ പ്രത്യേകതകൾ, ഇത് ക്രിസ്തുവിലേക്ക് എങ്ങനെ മുൻകുറിയാകുന്നു, അതുപോലെ തന്നെ ബോവസിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് കടക്കാം. റൂത്ത് ആൻഡ് ഹെർ ക്വാളിറ്റീസ്. എന്തൊക്കെയാണ് റൂത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹെർ ഡിലിജൻസ് അല്ലെങ്കിൽ ഉത്സാഹം എന്നുള്ളതാണ്. എന്താണ്? ഇവിടെ വയലിൽ കതിർ പറിക്കുവാൻ പോകുന്നതിന് മുൻകൈ എടുത്തത് ആരാണ്? ആ ദേശവും സംഭവങ്ങളും എല്ലാം അറിയുന്നത് ആർക്കാണ്? നവമിക്കാണ്. പക്ഷേ ഇവിടെ മുൻകൈ എടുത്ത് വേല ചെയ്യുവാൻ തക്കവണ്ണം, കല വെറുക്കുവാൻ തക്കവണ്ണം മുൻകൈ എടുത്തു പോകുന്നത് നവമിയല്ല, മറിച്ച് റൂത്ത് ആണ്. ഇറ്റ് ഈസ് റൂത്ത് ഹു ടുക്ക് ദ ഇനിഷ്യേറ്റീവ് ടു ഗോ ഗ്ലീനിങ് ഇൻ ദ ഫീൽഡ്സ്, നോട്ട് നവമി. ഇത് വളരെയധികം ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. ഇത് 2 കാര്യങ്ങളാണ് നമുക്ക് തെളിച്ചു തരുന്നത്. ഒന്ന്, നവമിയുടെ അല്ലെങ്കിൽ റൂത്തിന്റെ ഉത്സാഹം അല്ലെങ്കിൽ ഡിലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നതെങ്കിലും അവരെക്കാൾ മുൻപേ അത് അനുഭവമാക്കുന്നത് ജാതികളാണെന്ന ഒരു ധ്വനി നമുക്കിവിടെ കാണാൻ സാധിക്കും. Even though the salvation comes through the Jews, it is the Gentiles who would come to experience it first. ക്രിസ്തു വരുന്നത് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് രക്ഷ ഉണ്ടാകുന്നത് എന്ന് പറയും. പക്ഷേ അവരെക്കാൾ മുമ്പ് ക്രിസ്തുവിനെ അറിയുവാനും അനുഭവിക്കുവാനും രക്ഷയുടെ അനുഭവം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം വിജാതീയർക്കാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു ധ്വനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ രണ്ടാമത് റൂത്തിന്റെ പ്രത്യേകത ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്. ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹം, തീക്ഷ്ണത. ദൈവവചനത്തെയും അതിന്റെ അർത്ഥതലങ്ങളെയും റൂത്തിനേക്കാൾ അധികം അറിയാവുന്നത് നവമിക്കാണ് എന്ന് നമുക്കറിയാം, അല്ലെ?
എന്നിട്ടും ദൈവം തന്റെ ജനത്തിന് നൽകുന്ന നന്മയെക്കുറിച്ച് അറിയുവാനും അനുഭവിക്കുവാനുമുള്ള അഭിവാജ്ഞ രൂത്തിന്റെ ഹൃദയത്തിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. Ruth had a desire to know more about God and experience the blessings that God gives to his people. അതുകൊണ്ട് തന്നെയാണ് മുൻകൈ എടുത്ത് രൂത്ത് വയലിലേക്ക്, അല്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ മുന്നോട്ട് പോകുന്ന രൂത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ദിസ് സീൽ ഇറ്റ് ഹെൽപ് ഹെർ ടു മീറ്റ് ബോവസ്. ഈ ഒരു തീക്ഷ്ണതയാണ് അവളെ ബോവസിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്നുള്ളത് പറയാൻ സാധിക്കും. മൂന്നാമതായിട്ട് രൂത്തിൽ കാണുന്ന ക്വാളിറ്റിയാണ് ഡെഡിക്കേഷൻ ടു ഗോഡ്, ദൈവിക സമർപ്പണം. രൂത്തിൽ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ദൈവിക സവിശേഷത എന്നുള്ളത് എന്താണ്? ദൈവത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സമർപ്പണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറിഞ്ഞിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് ഏതൊരു വിശ്വാസിയുടെയും ആത്മീയ വളർച്ചയുടെ ആദ്യ പടി എന്നുള്ളത് ഇവിടെ നമ്മളോട് ഉറപ്പിച്ചു പറയുന്നു. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ സ്പിരിച്വൽ ഗ്രോത്ത് ഓഫ് എനി ബിലീവർ is the unassuming and earnest dedication to the truth that has been revealed. ഈ ദൈവിക സവിശേഷതയുടെ ഏറ്റവും മനോഹരമായ ഒരു എടുത്തുകാട്ടലാണ് രൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ 3 ക്വാളിറ്റീസ് ആണ് രൂത്തിന്റെ പറഞ്ഞത്. ഒന്ന് ഉത്സാഹം, ഡിലിജൻസ്. 2 ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്, ദൈവത്തെ അറിയുവാനുള്ള അവളുടെ ആഗ്രഹം, തീക്ഷ്ണത. 3 ദൈവിക സമർപ്പണം. 4മതായിട്ട് നമുക്ക് രൂത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ഹെർ സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ്, ത്യാഗ മനോഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നവമയെ അനുഗമിക്കുന്നതിനും നവമയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നവമയിൽ രൂപം കൊണ്ടിരുന്ന സർവത്തിനോടും പറ്റിച്ചേരുന്നതിനും പ്രധാന കാരണം രൂത്തിലുണ്ടായിരുന്ന ഈ ത്യാഗ മനോഭാവം ആണ് എന്നുള്ളതാണ്. An important lesson that stands in the book of Ruth is about the magnificent reward that God granted those who sacrifice their past comforts so for the sake of the Lord. കർത്താവിന് വേണ്ടി പഴയ സൗഭാഗ്യങ്ങൾ ത്യജിക്കുന്നവരുടെ നന്മയും അതിന് ദൈവം നൽകുന്ന മനോഹരമായ പ്രതിഫലവുമാണ് ഒരു പ്രധാന പാഠമായിട്ട് നമുക്ക് ഈ രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും വിട്ടെറിഞ്ഞു പോകുന്ന രൂത്തിനെയാണ്, അല്ലെങ്കിൽ അതെല്ലാം ത്യജിച്ചുകൊണ്ട് തന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയും തന്റെ അമ്മായിയമ്മയുടെ ദൈവത്തോടും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും പറ്റിച്ചേർന്ന് നിൽക്കുവാനും തക്കവണ്ണം രൂത്തിനെ സഹായിക്കുന്നത് എന്താണ്? രൂത്തിന്റെ ഈ ത്യാഗ മനോഭാവമാണ്. 5മതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ് ഇൻ ഫെയ്ത്ത്, വിനയവും സ്ഥിരോത്സാഹവും, വിശ്വാസത്തിലുള്ള സ്ഥിരത എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താൻ ഒരു അപരിചിതയാണ്, അതുപോലെ തന്നെ മറ്റൊരു ദേശത്ത് നിന്ന് വന്ന ആളാണ്, താൻ ഒരു പരദേശിയാണ് എന്നുള്ള ബോധ്യം രൂത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ യഹൂദനായ ബോവസിന്റെ പരിഗണനയ്ക്ക് താൻ അർഹയാകില്ല എന്നുള്ള ഒരു ബോധ്യം രൂത്തിനുണ്ടായിരുന്നു. വിച്ച് ഷോസ് ഹർ ഹ്യൂമിലിറ്റി, വിനയമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലെ? Ruth was aware that as a stranger and a foreigner, she would not be able to earn consideration of Boaz. എന്നിട്ടും അവൾ എന്ത് ചെയ്തു? അവിടെ പരിശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പുതിയ നിയമത്തിലെ കനാനക്കാരിയായ സ്ത്രീയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം, അല്ലെ? എന്താണ്? കനാന്യക്കാരി ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? അവിടെ താൻ അയോഗ്യയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുന്ന കനാന്യ സ്ത്രീയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ആ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ആ വിശ്വാസത്തിന് കർത്താവ് കൊടുത്ത സംരക്ഷണവും കരുതലും ഒക്കെ നമുക്ക് ആ വാക്യങ്ങളിൽ നിറഞ്ഞ് കാണാൻ സാധിക്കും, അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമുക്ക് രൂത്തിലും കാണാൻ സാധിക്കുന്നത്. വിനയത്തോടെ അവൾ തന്റെ അയോഗ്യത അറിഞ്ഞിട്ട് പോലും തന്റെ പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ തന്റെ പ്രവൃത്തിയുടെയും ശക്തി കൂട്ടുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് രൂത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ ഈ 2-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 ഡിലിജൻസ്, ഉത്സാഹം. 2 ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്, ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ തീക്ഷ്ണ. 3മതായിട്ട് ഡെഡിക്കേഷൻ ടു ഗോഡ്, ദൈവിക സമർപ്പണം.
നാലാമതായിട്ട് സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ്, ത്യാഗ മനോഭാവം, അതുപോലെ തന്നെ ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്, വിനയവും സ്ഥിരോത്സാഹവും. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കണം. രൂത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മുഴുവൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ എല്ലാ ക്വാളിറ്റീസും ആഡ് ചെയ്യാൻ തക്കവണ്ണം, പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഓക്കെ ആണല്ലോ, രണ്ട് ഭാഗവും കഴിഞ്ഞു. ഇനിയും രൂത്തിന്റെ ഈ ഒരു സ്വഭാവം കാരണം കൊണ്ട് നമുക്ക് എന്ത് ആദരവാണ് രൂത്തിന് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് മൂന്നാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും. രൂത്തിന്റെ ഈ ഉത്സാഹശീലവും കഠിനാധ്വാനവും ഒക്കെ കണ്ടുകൊണ്ടാണ് ബോവസ് അങ്ങോട്ട് വരുന്നത്. ബോവസ് എന്ത് തരത്തിലാണ് അവളോടുള്ള ആദരവ് അവിടെ പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, രൂത്തിന്റെ വിവരങ്ങൾ കൊയ്ത്തിന്റെ അധികാരികളിൽ നിന്ന് മനസ്സിലാക്കിയ ബോവസ് അവളെ കാലാവെറുക്കുന്നതിൽ നിന്ന് വിരോധിക്കുന്നില്ല. When he saw the hard-working attitude of Ruth, Boaz doesn't forbid her from gleaning behind the harvesters. ഒന്ന് പരദേശിയാണ്, അയോഗ്യയാണ് എന്ന് കണ്ടിട്ട് പോലും അവളെ ഒന്നാമതായിട്ട് എങ്ങനെയാണ് അവിടെ ബോവസ് കരുതുന്നത്? കാലാവെറുക്കുന്നതിൽ നിന്ന് അവളെ വിരോധിക്കുന്നില്ല. രണ്ട്, യഹൂദ വർഗത്തിൽ അല്ലാഞ്ഞിട്ടും മോവാബ് ദേശം ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ ദൈവത്തെ ആശ്രയിച്ച് വന്നിരിക്കുന്നതിനാൽ ബോവസ് അവൾക്ക് കൂടുതൽ ബഹുമാനവും ആദരവും നൽകുകയാണ്. Because she has abandoned Moab and sought refuge in the God of Israel, Boaz is extending great respect and honor to her എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട്, രൂത്തിന്റെ സമർപ്പണത്തിന് ബോവസ് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് ചാറിൽ എന്താണ് തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ അവളെ ക്ഷണിക്കുന്നതും കഷ്ണം ചാറിൽ മുക്കുവാൻ അനുവദിക്കുന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Boaz invites her to have the meal with him and permits her to dip her piece of bread in the vinegar as a great reward for her dedication. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തെ, അതായത് ഈ കഷ്ണം ചാറിൽ മുക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഇത് വേദവ്യാഖ്യാനികൾ അതിനെ വിശുദ്ധ കുർബാന എന്നുള്ള അത്താഴത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ അവിടെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയും അതുപോലെ തന്നെ 15-16 വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ബോവസ് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊയ്ത്തുകാർക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൻ ടു ദി വർക്കേഴ്സ് ഫോർ റൂത്ത്. എന്തൊക്കെയാണ്? ഒന്ന്, അവളെ കറ്റകളുടെ ഇടയിൽ തന്നെ പറക്കിക്കൊള്ളട്ടെ, ലെറ്റ് ഹർ ഗ്ലീൻ ഈവൻ among the sheaves. അവളെ ആരും ഉപദ്രവിക്കരുത്. Do not reproach her. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. And do not rebuke her. അവളെ ശകാരിക്കരുത്. പ്രത്യേക കരുണയുടെയും കരുതലിന്റെയും ഒക്കെ ശബ്ദമാണ്. വോയിസ് ഓഫ് മേഴ്സി ആൻഡ് കെയറിംഗ് ക്യാൻ ബി ഹേർഡ് ഹിയർ. അപ്പം ഇത്രയൊക്കെയാണ് എങ്ങനെയാണ് ബോവസ് രൂത്തിനെ അംഗീകരിക്കുന്നത്, ആദരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അവളുടെ ഹാർഡ് വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്, അവളുടെ ഉത്സാഹശീലം കണ്ടിട്ട് അവളെ കാലാവെറുക്കുന്നതിൽ നിന്ന് വിരോധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ദൈവത്തിൽ അഭയം പ്രാപിച്ച് വന്നേക്കുന്നത് കൊണ്ട് അവൾക്ക് വലിയ ബഹുമാനവും ആദരവും ഒക്കെ ബോവസ് നൽകുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും വലിയ ഒരു പ്രതിഫലമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഒപ്പം ഭക്ഷണത്തിന് ക്ഷണിക്കുകയും കഷ്ണം ചാറിൽ മുക്കുവാനുള്ള അനുവാദം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്നത്തെ കാലത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇത് വലിയ പ്രതിഫലമായിട്ട് കാണാൻ സാധിക്കും. രൂത്തിന് വേണ്ടി മാത്രം വളരെ പ്രത്യേകമായിട്ടുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് കൊയ്ത്തുകാർക്ക് നൽകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്? ബോവസ് ആൻഡ് ഹിസ് ക്വാളിറ്റീസ്, ബോവസും അവന്റെ ഗുണങ്ങളും. എന്തൊക്കെയാണ് പറഞ്ഞത്? ബോവസ് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഹി വാസ് എ റിഡീമർ ഓഫ് ഓർ റിലേറ്റീവ് ഓഫ് എലിമലേക്ക്. എലിമലേക്കിന്റെ ചാർച്ചക്കാരനും മഹാധനികനുമായ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഷൽമോന്റെയും രാഹാബിന്റെയും മകനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബോവസിന്റെ വാക്ക് എന്നുള്ള പ്രത്യേകത ബലം അല്ലെങ്കിൽ ശക്തി എന്നുള്ളതാണ്. വാക്കിന്റെ അർത്ഥം സ്ട്രെങ്ത് ഓർ പവർ എന്നുള്ളതാണ്. അതേ പേരുള്ള മറ്റ് 2 ന്യായാധിപന്മാരാണ് ഗിദയോനും യിഫ്താഹ് എന്നുള്ളത്, ഗിഡിയൻ ഓർ ജെഫ്ത. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ആരാണ്? ഇസ്രായേലിന്റെ വിമോചകന്മാരാണ്, ലിബറേറ്റേഴ്സ് അല്ലെങ്കിൽ ജഡ്ജസ് എന്ന് പറയാം. ഇനിയും അതുപോലെ തന്നെ എന്താണ്, ശലോമോന്റെ ദേവാലയത്തിലുള്ള ഇടതുവശത്തെ സ്തൂപത്തിന്റെ പേരും ദ പില്ലർ ലെഫ്റ്റ് സൈഡ് ഓഫ് സോളമൻസ് ടെമ്പിൾ, അതിനും ബോവസ് എന്നുള്ളതാണ് പേര്. അതുകൊണ്ട് തന്നെ വീണ്ടെടുക്കുവാനും സംരക്ഷിക്കുവാനും വിമോചനം നൽകുവാനും ഒക്കെ കഴിവുള്ളതായിട്ടുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് നൽകുന്ന പേരാണ് ബോവസ് എന്നുള്ളത്. ഈ പേരുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ മുൻകുറിയായിട്ട് മാറുകയാണ്.
അതുപോലെ തന്നെ ബോവസിന്റെ സ്വഭാവ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഹി വാസ് എ പ്രോമിനന്റ് മാൻ ഓഫ് നോബിൾ ക്യാരക്ടർ. ഉന്നത സ്വഭാവമുള്ള പ്രഭാവമുള്ള മനുഷ്യൻ. ഹി വാസ് പ്രൊട്ടക്റ്റീവ്, കരുതുന്നവനായിരുന്നു. ഹി വാസ് കംഫർട്ടിങ് ആൻഡ് എൻകറേജിങ്, ആശ്വാസം നൽകുന്നവനും പ്രോത്സാഹിപ്പിക്കുന്നവനുമായിരുന്നു. ദയാലുവായ ദാതാവായിരുന്നു. ഹി വാസ് എ ബെനവലന്റ് പ്രൊവൈഡർ. ഇനിയും രൂത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ഡിലിജൻസ്, ഉത്സാഹം, അതുപോലെ സീൽ ടു നോ ഗോഡ്, ഡിസയർ ഓർ സീൽ ടു നോ ഗോഡ്, ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹം, ദൈവിക സമർപ്പണം, ഡെഡിക്കേഷൻ ടു ഗോഡ്, ത്യാഗ മനോഭാവം, സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി ആൻഡ് പെർസിസ്റ്റൻസ്, വിനയവും സ്ഥിരോത്സാഹവും നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ രൂത്തിന് ലഭിക്കുന്നതായിട്ടുള്ള ആദരവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, കാലാപെറുക്കുന്നതിൽ നിന്ന് വിരോധിക്കുന്നില്ല. കൂടുതൽ ബഹുമാനവും ആദരവും ഇസ്രായേലിന്റെ ദൈവത്തെ ആശ്രയിച്ചു വന്നിരിക്കുന്നതിനാൽ, ഒരു മോവാബിയ സ്ത്രീ ഇസ്രായേലിന്റെ ദൈവത്തെ ആശ്രയിച്ചു വന്നിരിക്കുന്നതിനാൽ കൂടുതൽ ബഹുമാനവും ആദരവുമാണ് ബോവസ് അവിടെ നൽകുന്നത്. അതുപോലെ തന്നെ വലിയ പ്രതിഫലമായിട്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നതും, അതുപോലെ തന്നെ അപ്പം ചാറിൽ മുക്കുവാനുള്ള അവകാശം കൊടുക്കുന്നതും ഒക്കെ നമുക്ക് വലിയ പ്രതിഫലമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂത്തിന് വേണ്ടി മാത്രം പ്രത്യേക ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊയ്ത്തുകാർക്ക് നൽകുന്ന ബോവസിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.